സ്കൂളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 8ാം ക്ലാസ്സിന്റെ പൊളിറ്റിക്കൽ സയൻസിലത്തെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എവറി ടോപ്പിക്സ് യു സ്റ്റഡി ടുഡേ മേക്സ് യു എ സ്ട്രോങ്ങർ സിറ്റിസൺ ടുമോറോ. ഈ പൊളിറ്റിക്കൽ സയൻസിലെല്ലാം തന്നെ നമ്മൾ പഠിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കും, ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ്, സിറ്റിസൺസിന്റെ റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ തന്നെ ഫ്യൂച്ചറിൽ ഒരു സ്ട്രോങ്ങർ സിറ്റിസൺ ആക്കിയിട്ട് മാറ്റാനായിട്ട് നമ്മൾ തന്നെ സഹായിക്കുന്ന വിഷയങ്ങളാണ് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ റിട്ടേൺ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗൈഡ്സ് എ ഹൗ കൺട്രി ഈസ് റൺ. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് എന്തായിട്ട് കാണാം? ഒരു റൂൾ ബുക്ക് ആയിട്ട് കാണാം. ആ ബുക്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഒരു രാജ്യം എങ്ങനെയെല്ലാം പ്രവർത്തിക്കണം, ആ ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ്, ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണ്, ആ ഗവൺമെന്റിന്റെ സ്ട്രക്ചർ എന്തെല്ലാമാണ്, അവിടുത്തെ ജനങ്ങളുടെ റൈറ്റുകൾ എന്തെല്ലാമാണ്, റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണ്, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു റൂൾ ബുക്ക് ആയിട്ട് നമുക്ക് എന്തിനെ കണക്കാക്കാം? കോൺസ്റ്റിറ്റ്യൂഷനെ കണക്കാക്കാം. നമുക്കറിയാം, ഇപ്പൊ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിലും, ഇപ്പൊ നമ്മുടെ സ്കൂളൊക്കെ എടുക്കുക, അവിടെയൊക്കെ എന്തുണ്ടായിരിക്കും? കൃത്യമായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഉണ്ടായിരിക്കും. അത് അതനുസരിച്ചിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? റൺ ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ കൺട്രി റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂൾ ബുക്കാണ് എന്ത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ലോ ഓഫ് ദി ലാൻഡ്. കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഏറ്റവും പരമോന്നതം എന്ന് പറയുന്നത്. അതിനെ വയലേറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കുമില്ല. ഗവൺമെന്റിനാണെങ്കിലും അവിടുത്തെ സിറ്റിസൺസിനാണെങ്കിലും അതിനെ വയലേറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരമില്ല. അതാണ് എന്ത്? ഹയസ്റ്റ് ലോ ഓഫ് ദി ലാൻഡ് എന്ന് പറയുന്നത്. നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ? ടു പ്രൊവൈഡ് റൂൾസ് ഓൺ ഹൗ ദി ഗവൺമെന്റ് ഷുഡ് വർക്ക്. ഒരു ഗവൺമെന്റ് എങ്ങനെ വർക്ക് ചെയ്യണം, അവിടുത്തെ സിറ്റിസൺസിന്റെ റൈറ്റ്സ് എന്താണ്, അതേപോലെ തന്നെ അവിടുത്തെ സിറ്റിസൺസിന്റെ റൈറ്റും ഫ്രീഡം എല്ലാം തന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഏറെയാണ് അല്ലേ. നമുക്ക് നമ്മുടെ ജനങ്ങളുടെ റൈറ്റുകൾ, അവരുടെ ഫ്രീഡം, ഇതെല്ലാം തന്നെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? വയലേറ്റ് ചെയ്യാനായിട്ട് ആരും പാടില്ല. അതേപോലെ തന്നെ എല്ലാവർക്കും ജസ്റ്റിസ്, എല്ലാവർക്കും നീതി എന്ത് ചെയ്യണം? എല്ലാവർക്കും നീതി ഒരേപോലെ കിട്ടണം, ഈക്വാലിറ്റി ഉണ്ടായിരിക്കണം, ജസ്റ്റിസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിനെല്ലാം തന്നെ എന്താവശ്യമാണ്? നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമാണ്. പവർ മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കണം. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സ് കൺട്രിയാണ്. ഒരുപാട് റിലീജിയൻ ഉണ്ട്, ഒരുപാട് ലാംഗ്വേജസ് ആൾക്കാർ സ്പീക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിലും വെറൈറ്റി ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. സോ ഇങ്ങനെയുള്ള ഒരു രാജ്യത്തിനെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് തന്നെയായാലും കമ്പൽസറി ആണ്. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗവൺമെന്റ് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത്, അവിടുത്തെ ജനങ്ങൾക്ക് എന്തെല്ലാം റൈറ്റുകൾ ഉണ്ട്, അവിടുത്തെ ജനങ്ങൾക്ക് ഈക്വാലിറ്റി, ജസ്റ്റിസ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് കുറച്ച് ഫീച്ചേഴ്സ് പറയാം. എന്താ? ഫസ്റ്റത്തെ ഫീച്ചർ ഒരു സോവറിൻ ആണ്. നമുക്കറിയാം, നമ്മൾ ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. ആ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഒരു സോവറിൻ കൺട്രിയാണ്. ഇന്ത്യ ഈസ് ഫ്രീ ടു മേക്ക് ഇറ്റ്സ് ഓൺ ഡിസിഷൻസ്. അതായത് ഇന്ത്യ ഒരു രാജ്യത്തിന്റെയും കീഴിലല്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള എന്തുണ്ട്? അധികാരങ്ങളുണ്ട്. ഇന്ത്യക്ക് ഇന്ത്യ അകത്തു എന്ത് ചെയ്യാം? ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. ഇന്ത്യ ആരുടെയും ഒരു രാജ്യത്തിന്റെയും എന്തല്ല? കീഴിലല്ല. പിന്നെ നെക്സ്റ്റ് സോഷ്യലിസ്റ്റ് ആണ്. അതായത് എവരി വൺ ഷുഡ് ഹാവ് ഈക്വൽ വെൽത്ത് ആൻഡ് നോ വൺ ഷുഡ് ബി ടു റിച്ച് ഓർ ടു പവർ. എല്ലാവർക്കും റിസോഴ്സസും എല്ലാം തന്നെ എന്തായിരിക്കണം? ഈക്വൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. നെക്സ്റ്റ് സെക്യുലർ ആണ്. ദ സ്റ്റേറ്റ് ഡസ് നോട്ട് ഫേവർ എനി റിലീജിയൻ. ഓൾ റിലീജിയൻസ് ആർ ട്രീറ്റഡ് ഈക്വലി. നമുക്കറിയാം, നമ്മുടെ സ്റ്റേറ്റിന് ഒഫീഷ്യലായിട്ട് ഒരു റിലീജിയൻ ഇല്ല. നമുക്ക് ഹിന്ദു, ക്രിസ്ത്യാനിറ്റി, അതേപോലെ തന്നെ മുസ്ലിംസ്, അങ്ങനെ ഒരുപാട് റിലീജിയൻസ് ഉണ്ട്. അപ്പോൾ ഈ എല്ലാ റിലീജിയനെയും നമ്മൾ എന്ത് ചെയ്യണു? ഈക്വലി ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഒരു റിലീജിയനും ഒരു ഫേവർ ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളും എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ കൺട്രി എടുക്കില്ല. ഡെമോക്രാറ്റിക് ആണ്. പീപ്പിൾ ഇലക്ട് ദെയർ ലീഡേഴ്സ് അല്ലേ. ജനങ്ങൾ തന്നെയാണ് ആരെന്നെ തെരഞ്ഞെടുക്കുന്നത്? നമ്മളെ ആര് ഭരിക്കണം, അല്ലെങ്കിൽ ലീഡേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത് ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്. പ്രായപൂർത്തി, വോട്ടവകാശത്തിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വോട്ട് ചെയ്യാനായിട്ട് പോകും. വോട്ട് ചെയ്തിട്ട് ആർക്കാണോ വോട്ട് കൂടുതലായിട്ട് കിട്ടുന്നത് അവരാണ് എന്ത് ചെയ്യുന്നത്? ജയിക്കും.
അവരെന്ത് ചെയ്യും? ഗവൺമെന്റ് ഫോം ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഗവൺമെന്റ് റൺ ചെയ്യുന്നത്. സോ പീപ്പിൾ ഇലക്ട് ദെയർ ലീഡേഴ്സ്. ജനങ്ങൾ തന്നെയാണ് ജനങ്ങളെ ആര് ഭരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് എന്താ? റിപ്പബ്ലിക് ആണ്. ദി ഹെഡ് ഓഫ് ദി കൺട്രി ഈസ് ഇലക്റ്റഡ്, നോട്ട് എ കിങ് ഓർ ക്യൂൻ. അതായത് നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാ? ഇലക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതായത് ഒരു കിങ്ങോ ക്യൂനോ അല്ല. പരമ്പരാഗതമായിട്ട് അവകാശം കൈമാറി വന്നിരിക്കുന്ന ഒരാളും അല്ല ആര്? നമ്മുടെ കൺട്രിയുടെ ഹെഡ് എന്ന് പറയുന്നത്. അത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു റൂളർ തന്നെയാണ്. അതാണ് എന്ത്? റിപ്പബ്ലിക്. അപ്പോ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സോവറിൻ ആണ്, സോഷ്യലിസ്റ്റ് ആണ്, സെക്യുലർ ആണ്, ഡെമോക്രാറ്റിക് ആണ്, റിപ്പബ്ലിക് ആണ്. ഇതെല്ലാമാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം ഒരു ബുക്കിനെ സംബന്ധിച്ച് ആ ബുക്കിൽ ഒരുപാട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു റൂൾ ബുക്ക് ആണ്. ആ റൂൾ ബുക്കിൽ എന്തുണ്ട്? ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഇതിലെ ഫണ്ടമെന്റൽ റൈറ്റ്. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് എന്താ? ബേസിക് റൈറ്റ് ഗിവൺ ടു എവരി സിറ്റിസൺ. അതായത് സിറ്റിസൺസിന് നൽകപ്പെടുന്ന അവകാശങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 12 to 35, 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾ ആണ് ഇതിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, അങ്ങനെ കുറച്ച് ഫണ്ടമെന്റൽ റൈറ്റുകൾ ഉണ്ട്. ഇത് നമ്മൾ അടുത്ത സ്ലൈഡിൽ നോക്കും. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്താ? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സിറ്റിസൺസ് ലൈക്ക് റെസ്പെക്ടിങ് ദി നാഷണൽ ഫ്ലാഗ്, പ്രൊട്ടക്ടിങ് ദി എൻവയോൺമെന്റ്. ഇത് നമുക്ക് റൈറ്റുകളുണ്ട്, സിറ്റിസൺസിന് റൈറ്റ് ഉണ്ട്. അറ്റ് ദി സെയിം ടൈം സിറ്റിസൺസിന് എന്തുണ്ട്? ഡ്യൂട്ടീസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാ? നാഷണൽ ഫ്ലാഗിനെ റെസ്പെക്ട് ചെയ്യുക, അതേപോലെ തന്നെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. നമുക്ക് റൈറ്റുകൾ മാത്രം ഉണ്ടായാൽ മതിയോ? പോരാ. നമ്മളൊരു നല്ലൊരു സിറ്റിസൺ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റിന്റെ ഒപ്പം തന്നെ വേണ്ടതാണ് എന്ത്? ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്. നെക്സ്റ്റ്, പ്രിയാമ്പിൾ. പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ആമുഖം. ഇതിലെ നമ്മുടെ ഗോൾസ് ആണ്, നമുക്ക് മെയിൻ ആയിട്ടുള്ള എയിമുകളാണ് നമുക്ക് പറയുന്നത്. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫെർട്ടർണിറ്റി. നെക്സ്റ്റ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, DPSP എന്ന് വെച്ചാൽ എന്താ? ഗൈഡ് ലൈൻസ് ഫോർ ദി ഗവൺമെന്റ് ടു മേക്ക് പോളിസീസ് ഫോർ ദി വെൽഫെയർ ഓഫ് പീപ്പിൾ. ഇത് ആർട്ടിക്കിൾ 36 to 51 ആണ് ഇതിനെ കുറിച്ചിട്ട് പറയുന്ന ആർട്ടിക്കിൾസ്. ഇതിലെ പ്രധാനമായിട്ടും ഗവൺമെന്റ് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എല്ലാ പ്രവൃത്തികളും എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഇത്തരത്തിൽ ഗവൺമെന്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളാണ് എന്ത്? DPSP എന്ന് നമുക്ക് പറയാം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാമാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. ഫണ്ടമെന്റൽ റൈറ്റുകൾ ഉണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്, പ്രിയാമ്പിൾ ഉണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇതിന്റെ ആർട്ടിക്കിൾ എല്ലാം തന്നെ എന്താ? ഇമ്പോർട്ടന്റ് ആണ്. ഇതിലെല്ലാം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ്, ഫെഡറലിസം. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് പറയാം. ഫെഡറലിസം എന്ന് പറയുന്നത് എന്താ? ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ ദി സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. നമുക്ക് ഇന്ത്യയിലെ ഒരു സെൻട്രൽ ഗവൺമെന്റുകളുണ്ട്. രാജ്യത്തിന് മൊത്തമായിട്ട് ഒരു സെൻട്രൽ ഗവൺമെന്റ്. അതിന് ശേഷം എന്തുണ്ട്? ഓരോ സ്റ്റേറ്റുകൾക്കും എന്തുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഉണ്ട് അല്ലെ? അപ്പോ ഈ അധികാരങ്ങൾ ആർക്കൊക്കെ തമ്മിൽ വിഭജിച്ച് നൽകിയിട്ടുണ്ട്? സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനുമായിട്ട് വിഭജിച്ച് നൽകിയിട്ടുണ്ട്. ബോത്ത് ലെവൽസ് ഹാവ് ദെയർ ഓൺ ലോസ്, പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് സെൻട്രൽ ഗവൺമെന്റിനും കുറച്ച് വിഷയങ്ങളിൽ അധികാരങ്ങളുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിനും കുറച്ച് വിഷയങ്ങളിൽ അധികാരങ്ങളുണ്ട്. അപ്പോ ആ അധികാര പരിധിക്കുള്ളിൽ അവർക്ക് എന്തുണ്ട്? അവർക്ക് അധികാരങ്ങളും അവർക്ക് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശങ്ങളുമുണ്ട്. അപ്പോ ഇതനുസരിച്ചിട്ട് നമുക്ക് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അങ്ങനെ കുറച്ച് ലിസ്റ്റുകളുണ്ട്. യൂണിയൻ ലിസ്റ്റിലെ 97 വിഷയങ്ങളാണ് ഉള്ളത്. സെൻട്രൽ ഗവൺമെന്റ് ഹാസ് എക്സ്ക്ലൂസീവ് പവർ ടു മേക്ക് ലോസ്. അതായത് ഈ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാനും നിയമങ്ങൾ നടപ്പിലാക്കാനുമുള്ള പൂർണ്ണമായ അവകാശം ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റിനാണ്. അതില് സ്റ്റേറ്റ് ഗവൺമെന്റിന് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും നടത്താനായിട്ടുള്ള അവകാശമില്ല.
ഏതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾസ് ആയിട്ട്? നമുക്ക് ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ് ഒക്കെ നമുക്ക് ഇതിന് എക്സാമ്പിൾസ് ആണ്. ഈ റീസെന്റ് ആയിട്ട് നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ നടന്നു അല്ലെ? അതായത് ടെററിസത്തിനെതിരായിട്ടുള്ള ഇന്ത്യയുടെ ഒരു ശക്തമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു ഇത് ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഒരുപാട് തീരുമാനങ്ങൾ കൈക്കൊണ്ടു. അതായത് ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഡ് ചെയ്യുന്നു, ഒരുപാട് ബോർഡറുകളൊക്കെ തന്നെ ക്ലോസ് ചെയ്യുന്നു. ഈ തീരുമാനങ്ങളെല്ലാം തന്നെ എടുക്കുന്നത് ആരാ? സെൻട്രൽ ഗവൺമെന്റാ. അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ഒരു റോളും നമ്മൾ കണ്ടില്ല, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒന്നും തന്നെ ഒരു പങ്കും നമ്മൾ കണ്ടില്ല. എന്തുകൊണ്ടാ? കാരണം ഡിഫൻസും ഫോറിൻ അഫയേഴ്സും ഒക്കെ ആരുടെ ഇതിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഇതിലാണ്, അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും ഇല്ലാത്തത്. യൂണിയൻ ലിസ്റ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ മേക്സ് ലോസ് ഓൺ ദീസ് സബ്ജക്ട്. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും നിയമങ്ങൾ നിർമ്മിക്കാനും അത് നടപ്പാക്കാനുമായിട്ടുള്ള അവകാശം ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. പോലീസ്, പബ്ലിക് ഹെൽത്ത്, അഗ്രികൾച്ചർ, ഇങ്ങനെയുള്ള എല്ലാ, അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളില് ഇത് സ്റ്റേറ്റുകളുടെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ഇതില് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം ആർക്ക് കൊടുക്കുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിന് നമ്മൾ കൊടുക്കുന്നത്. മൂന്നാമത്തെ ഒരു ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ്. ഇതില് സെന്ററിനും സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും ഈക്വലി അധികാരങ്ങളാണ്. പക്ഷെ ഏതെങ്കിലും തരത്തില് ഏതെങ്കിലും വിഷയങ്ങളിൽ തമ്മിൽ നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ വന്നാൽ ആർക്കായിരിക്കും കൂടുതൽ അധികാരം എന്ന കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നേ? സെൻട്രൽ ഗവൺമെന്റിനായിരിക്കും. എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, ഇതൊക്കെ നമുക്ക് എന്തിനുള്ള എക്സാമ്പിൾ ആണ്? ഈ കൺകറന്റ് ലിസ്റ്റിലത്തെ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ 3 ലിസ്റ്റുകൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. അടുത്ത ഒരു ഫീച്ചർ ആണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. ഇതെന്താ? പീപ്പിൾ ഇലക്ട് റെപ്രസെന്റേറ്റീവ്സ് ഹൂ ഫോം ദി ഗവൺമെന്റ്. നമ്മളാണ് ആരെന്നെ തെരഞ്ഞെടുക്കുന്നത്? നമ്മുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്. പ്രൈം മിനിസ്റ്റർ ഈസ് ദി ലീഡർ ഓഫ് മെജോറിറ്റി പാർട്ടി ഇൻ ദി ലോകസഭ. നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റിന്റെ ഹെഡ് ആണ് ആരെന്ന് പറയുന്നത്? പ്രൈം മിനിസ്റ്റർ. പ്രസിഡന്റ് ഈസ് ദി നോമിനൽ ഹെഡ്. നോമിനൽ ഹെഡ് ആണ് പ്രസിഡന്റ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആണ്. ആരാണ് ശരിക്കും റിയൽ ഹെഡ് എന്ന് പറയുന്നത്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ്. ഗവൺമെന്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ഈ ഗവൺമെന്റ് ഈസ് റെസ്പോൺസിബിൾ ടു ദി പാർലമെന്റ്. പാർലമെന്റിനോട്, അതായത് ലോകസഭയോട് ആർക്ക് ഉത്തരവാദിത്തമുണ്ട്? ഗവൺമെന്റിനോട് ഉത്തരവാദിത്തമുണ്ട്, റെസ്പോൺസിബിൾ ആണ്. ഈ ഒരു ഫീച്ചർ നമ്മൾ എവിടെ നിന്ന് എടുത്തേ? ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റത്തിൽ നിന്നാണ് നമ്മൾ എടുത്തേ. അപ്പോ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് മീൻസ് പീപ്പിൾ ഇലക്ട് റെപ്രസെന്റേറ്റീവ്സ്. നമ്മളെ ആര് ഭരിക്കണം എന്നുള്ളത് തെരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു നോമിനൽ ഹെഡ് ആയിരിക്കും. യഥാർത്ഥ അധികാരം ആർക്കാണ്? എപ്പോഴും പ്രൈം മിനിസ്റ്റർ ഹെഡ് ആയിട്ടുള്ള കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനാണ്. ഗവൺമെന്റ് എപ്പോഴും പാർലമെന്റിനോട് റെസ്പോൺസിബിൾ ആയിരിക്കും. നെക്സ്റ്റ്, ഫെഡറലിസം കഴിഞ്ഞാൽ നമ്മൾ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഗവൺമെന്റിന് 3 ഓർഗൻസ് ഉണ്ട്. ഏതൊക്കെയാ? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഇവർക്ക് 3 പേർക്കിടയിലും അധികാരങ്ങളെ വിഭജിച്ചു നൽകിയിട്ടുണ്ട്. ലെജിസ്ലേച്ചർ, അതായത് പാർലമെന്റ് എന്തുണ്ടാക്കും? നിയമങ്ങൾ ഉണ്ടാക്കുന്നു. അത് എക്സിക്യൂട്ടീവ് ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അടങ്ങുന്ന എക്സിക്യൂട്ടീവ് ബോഡി ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയെല്ലാം കാര്യങ്ങൾ വരുമ്പോൾ അതിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാ? ജുഡീഷ്യറി ആയിരിക്കും. അതായത് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ലോവർ കോർട്ട്, അങ്ങനെയുള്ള ജുഡീഷ്യറി ആയിരിക്കും ഇതില് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ ഈ 3 ഓർഗൻസിനിടയിലും എന്തുണ്ട്? നമ്മൾ അധികാരങ്ങള് വിഭജിച്ച് നൽകിയിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്. ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, പാർട്ട് 3യിലാണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. എന്തിനാ ഫണ്ടമെന്റൽ റൈറ്റ്? ഫണ്ടമെന്റൽ റൈറ്റ് ഇൻഡിവിജ്വൽസിന്റെ ഫ്രീഡത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ഡിഗ്നിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. നമുക്ക് 6 ഫണ്ടമെന്റൽ റൈറ്റുകൾ ഉണ്ട്. റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്,
റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇത്രയും 6 പ്രധാനപ്പെട്ടിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റുകൾ. ഈ ഫണ്ടമെന്റൽ റൈറ്റുകൾ എന്താണ്, ഏതെങ്കിലും തരത്തില് നിഷേധിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടേക്ക് പോവാം? നമുക്ക് സുപ്രീം കോടതി, നമുക്ക് കോടതിയെ സമീപിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. ഇത് ഏത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെക്യുലറിസം, അടുത്തൊരു ഫീച്ചറാണ് സെക്യുലറിസം. ഇന്ത്യക്ക് ഒഫീഷ്യൽ ആയിട്ട് ഒരു റിലീജിയനും ഇന്ത്യ ഇല്ല. പകരം എന്താ, എല്ലാ റിലീജിയനെയും ഈക്വലി ആണ് ട്രീറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ട്രീറ്റ് ഓൾ റിലീജിയൻസ് ഈക്വലി. സിറ്റിസൺസ് ആർ ഫ്രീ ടു ഫോളോ എനി റിലീജിയൻ. നമുക്ക് തീരുമാനിക്കാം നമുക്ക് ഏത് റിലീജിയൻ ഫോളോ ചെയ്യണമെന്നുള്ളത് എന്താണ്, നമ്മുടെ അവകാശമാണ്. അല്ലാതെ സ്റ്റേറ്റ് പറയില്ല എന്ത്, സിറ്റിസൺസ് എല്ലാവരും ഇന്ന റിലീജിയനെ ഫോളോ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതില്ല. കാരണം എന്താണ്, ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയാണ്. ഇന്ത്യക്ക് ഒഫീഷ്യലി ഇന്ത്യക്ക് ഒരു റിലീജിയനും ഇല്ല. എല്ലാ റിലീജിയനും എന്താ കാണുന്നത്, ഈക്വലി ആണ് ഇന്ത്യ ട്രീറ്റ് ചെയ്യുന്നത്. നമുക്ക് പറഞ്ഞു നമ്മൾ ബ്രിട്ടീഷുകാരുടെ അണ്ടറിലായിരുന്നു, അപ്പൊ ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു. അങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. നമുക്ക് ഒരുപാട് മൂവ്മെന്റ്സും ഒരുപാട് ഇതൊക്കെ നടന്നിട്ടുണ്ടല്ലോ, ഒരുപാട് മാസ് മൂവ്മെന്റ്സ്. അതായത് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതേപോലെ തന്നെ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്, സിവിൽ ഡിസോബീഡിയൻസ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടുകയാണ്, നമ്മൾ ഒരുപാട് പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങിച്ചു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ എന്ത് ചെയ്തു, ഒരു ഇൻഡിപെൻഡന്റ് കൺട്രി ആയിട്ട് മാറി. അപ്പോ ഈ ഫ്രീഡം മൂവ്മെന്റിലെല്ലാം തന്നെ ഇന്ത്യ തിരിച്ചറിഞ്ഞു ഈക്വാലിറ്റി, ഫ്രീഡം, ഇതിന്റെ എല്ലാം തന്നെ ഇമ്പോർട്ടൻസ് എത്രത്തോളം വലുതാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു നമ്മുടെ ആ മൂവ്മെന്റിലെല്ലാം തന്നെ. കാരണം നമുക്ക് യാതൊരു തരത്തിലുള്ള അവകാശങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. കാരണം ഗവൺമെന്റ് എങ്ങനെ വർക്ക് ചെയ്യണം, ഇവിടുത്തെ സിറ്റിസൺസിന് എന്തൊക്കെയാണ് റൈറ്റുകള്, എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്, ഇതെല്ലാം തന്നെ പ്രതിപാദിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെല്ലാം ഉൾപ്പെടണം, ഈക്വാലിറ്റി, ഫ്രീഡം, ഇതെല്ലാം തന്നെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം നമ്മുടേത്. കാരണം നമുക്ക് ഇതെല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു നമ്മള് ബ്രിട്ടീഷുകാരുടെ അണ്ടറില്. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ നമുക്ക് ഈക്വാലിറ്റിയോ നമുക്ക് ഫ്രീഡമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതെല്ലാം തന്നെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാവുന്നു 1946. അങ്ങനെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാണ്. ഇതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ ചെയർമാൻ ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു. അങ്ങനെ എല്ലാ വിഷയങ്ങളെ കുറിച്ചിട്ടും എന്ത് ചെയ്യാണ്, ഒരുപാട് ഡിസ്കഷനും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ജനുവരി 26 1950 ജനുവരി 26 നിലവിൽ വരികയാണ്. അപ്പോ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ പറയുന്നുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റുകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കണം, എന്തൊക്കെയാണ് സിറ്റിസൺസ് ചെയ്യേണ്ടത്, ഇങ്ങനെ എല്ലാം പ്രതിപാദിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടേത്. കാരണം ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ ഈ ജനാധിപത്യ രാജ്യം എങ്ങനെയെല്ലാമാണ് കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടത് എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഏറ്റവും വലിയ ഹയസ്റ്റ് ലോ ഓഫ് ദി ലാൻഡ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതലായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സ്കൂളിയുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്